പാലാ ജനറൽ ആശുപത്രി പുത്തൻപള്ളിക്കുന്ന് ബൈപ്പാസ് ലിങ്ക് റോഡ് നവീകരണം ആദ്യഘട്ട നിർമ്മാണ ഉദ്ഘാടനം എംഎൽഎ മാണി സി കാപ്പൻ നിർവഹിച്ചു. 2 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. പാലാ ജനറൽ ആശുപത്രിക്ക് സമീപത്തുകൂടി പുത്തൻപള്ളിക്കുന്ന് വഴി ബൈപ്പാസ് റോഡിലേക്കുള്ള ലിങ്ക് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ആശുപത്രി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ എംഎൽഎ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികളുടെ ഇവിടെയുള്ള വാഹന ഉടമകളുടെ നിരന്തരമായ ഒരാവശ്യമായിരുന്നു ഈ റോഡ് എന്നുള്ളത്. ഈ റോഡ് ഇവിടെ കൊണ്ട് നിർത്തുകയല്ല, ഇതിപ്പോൾ 2.5 കോടി രൂപയെ അനുവദിച്ചിട്ടുള്ളൂ. 25 കോടി രൂപയും കൂടി അടുത്ത ഗവൺമെൻറ് കാലത്ത് അനുവദിച്ച് ബൈപ്പാസിലേക്ക് ഈ റോഡ് ചേർക്കും എന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഈ 2.5 കോടി രൂപയുടെ നിർമ്മാണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചു കൊടുക്കുന്നു. 540 മീറ്റർ ദൂരമുള്ള ജനറൽ ആശുപത്രി പുത്തൻപള്ളിക്കുന്ന് റോഡിന്റെ 150 മീറ്റർ വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. റോഡ് ബൈപ്പാസ് വരെ എത്തിക്കുന്നതിന് 25 കോടി രൂപ കൂടി അനുവദിച്ച് നടപ്പാക്കുമെന്നും എംഎൽഎ അറിയിച്ചു. ജനറൽ ആശുപത്രി ഭാഗത്ത് റോഡ് വീതി കൂട്ടുന്നതിനായി ആശുപത്രിയുടെ 2.72 സെന്റ് സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന് 1 വർഷം മുൻപ് വിട്ടു നൽകിയിരുന്നു. കഴിഞ്ഞ ബജറ്റിലാണ് 2 കോടി രൂപ അനുവദിച്ചത്. 9 ഭൂവുടമകളുടെ സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ റോഡ് വികസനം പൂർത്തിയാവുകയുള്ളൂ. 100 കണക്കിന് ആളുകൾ ദിവസവും കടന്നുപോകുന്ന റോഡിലെ വളവുകളും കയറ്റിറക്കങ്ങളും വീതി കുറവും മൂലം വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ദിയാബിനു അധ്യക്ഷത വഹിച്ചു. ഒരു സ്വപ്നത്തിന്റെ ആദ്യഘട്ടത്തിലേക്കാണ്. നമ്മളുടെ കുറെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ റോഡ് നന്നാക്കണമെന്നുള്ളത്. അതിന് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു, ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷെ നമ്മൾക്ക് ഇതിനൊരു തുടക്കം കുറിക്കാൻ ഇന്നിവിടെ സാധിച്ചിരിക്കുകയാണ്. ഇത് സാധിക്കാനുള്ള കാരണഭൂതൻ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എംഎൽഎ ബഹുമാനപ്പെട്ട ശ്രീ മാണി സി കാപ്പൻ അവർകളാണ്. അദ്ദേഹത്തിനോട് ഒത്തിരി നന്ദി പറഞ്ഞതുകൊണ്ട് ഇതിന്റെ ഈ റോഡിന്റെ നവീകരണം ഏറ്റവും പെട്ടെന്ന് തന്നെ സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും നാളുടെ പാലയുടെ മുഖം മാറ്റുന്നതിന്റെ ആദ്യഘട്ടമായി ഇതിനെ കണ്ടുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. റോഡ് പുനരുദ്ധാരണം ആരംഭിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇതിനായി പരിശ്രമം നടത്തിവെന്ന ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം പീറ്റർ പന്തനാലി പറഞ്ഞു. ഇത് എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾ, ആയിരക്കണക്കിന് രോഗികളോട് വരും ഈ ആംബുലൻസ് വരിക, കഷ്ടപ്പെടുമ്പോൾ അവരുടെ വേദനയും പ്രയാസം മനസ്സിലാക്കിയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഇത് എത്രയും വേഗം പൂർത്തീകരിച്ച് ഈ ലിങ്ക് റോഡ് ബൈപ്പാസിലേക്ക് എത്തിക്കാനുള്ള എല്ലാവരുടെയും പരിശ്രമം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ആശംസ പ്രസംഗം നടത്തി. ഇന്നിവിടെ 540 മീറ്ററുള്ള ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഗവൺമെൻറ് ആശുപത്രിയിൽ ഓരോ ദിവസവും വന്നു കയറുന്ന ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളിൽ ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു റോഡിൻ്റെ കുണ്ടുകൂടി. മാണി സി കാപ്പൻ ഈ ഒരു കാര്യത്തിൽ ചെയ്ത ഈ ഒരു 2 കോടി രൂപ അനുവദിച്ചത് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിഞ്ഞതിന്. കൗൺസിലർമാരായ ടോണി തൈപ്പറമ്പിൽ, ബിനു പുളിക്കക്കണ്ടം, ജിജി ബൈജു, ലിസിക്കുട്ടി മാത്യു, ഷാജു തുരുത്തൻ, ബെറ്റി ഷാജു, ബിജി ജോജോ, ലീന സണ്ണി, ബിജു തോമസ്, ബിജു മാത്യു, ബിജു വരിക്കാനി, സനിൽ രാഘവൻ, ജോസിൻ ബിനോ, റിയ ചീരാങ്കുഴി, ബിജു പാലുപടവൻ, മറ്റ് കൗൺസിലർമാർ, മറ്റ് UDF നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാല.